ആ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കായലിന്. പിന്നെ ആ തെങ്ങും തോപ്പും കായലും എല്ലാം കൂടെ നല്ല കോമ്പിനേഷൻ ഒക്കെയാണ്, ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ വലിയ വൃത്തിയൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയുടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. തൃശ്ശൂരിലെ കാലാടി ഭാഗത്ത് ഇപ്പോഴും അത്യാവശ്യം കൃഷിയൊക്കെ നിലനിൽക്കുന്ന ഒരു ഏരിയയാണ്. അതിന്റെ പ്രതീകമായിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു വൈക്കോൽ കൂനയൊക്കെ ഉണ്ട്. കയറി മറിയാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ഈ അതിരാവിലെ തന്നെ മൊത്തം ചൊറിയും ഇന്നത്തെ ദിവസം മൊത്തം പോക്കായിരിക്കും, അതുകൊണ്ട് ചെയ്യുന്നില്ല. ഇതിൽ കൂടെ നിങ്ങൾ നമ്മുടെ കാലിലൊന്നും കുത്തുന്നില്ലേ? വേദന എടുക്കല്ലേ? ആടിനെ നോക്കാൻ പറ്റുമോ? മേയ്ക്കാൻ പറ്റുമോ? കുട്ടി ആടൊന്നുമില്ലേ ഉമ്മ? ആടിനെ ഇങ്ങനെ വിളിക്കണേ? ആടെ വരൂ എന്ന് പറയുമ്പോ ആട് വരൂ. അങ്ങനെ പറയൂ. ആടിന്റെ പ്രിയം ആട് വരും. ഇന്ന പറഞ്ഞാൽ ആട് വരും. ഇപ്പൊ അത് മുട്ടിന്നാണ്, അപ്പൊ വരില്ല. ആട് വെറുതെ നിൽക്കുക, അതിനൊന്ന് വിളിച്ച് ആ കയറൊന്നും വിട. ആ കയറ് വിട്ടാ ചാടും കൊണ്ടെത്തിയിട്ട് അതിന് ബോധമൊന്നുമില്ലേ? ഞങ്ങളിവിടെ വന്നപ്പോ ഈ ഉമ്മ ഭയങ്കര സുന്ദരിയായിട്ടാ കാണാൻ. ഈ ഉമ്മയും കുറച്ച് ആളുകളും കൂടി ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടു. ശരിക്കും പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയും ആ ആടിനൊക്കെയാണ് ഓർമ്മ വന്നത്. പക്ഷെ ഒറിജിനൽ പേര് പാത്തുമ്മന്നല്ലാന്ന് തോന്നിയോ, സംസാരിച്ചില്ല, ചോദിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹം ഭയങ്കര തിരക്കാണ്, വീട്ടിൽ കുറെ പണിയുണ്ട്, എനിക്ക് ക്യാമറ ഒന്നും വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പുള്ളിക്കാരുടെ ഹസ്ബൻഡും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഖുറാനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ കൊണ്ട് ഞാൻ അനുസരിപ്പിച്ചാണ് ഇതിനൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങള് ഉമ്മാക്കിട്ടിരിക്കുന്ന പേര് പാത്തുമ്മ എന്നാണ്. ഒറിജിനൽ പേരെന്താന്ന് നമുക്ക് ചോദിക്കാമേ. ഉമ്മയുടെ പേരെന്താ? ജുമൈല. ഓ ജുമൈലാട്ടാ, നല്ല പേരും കാണാനും അതിനുള്ള സൗന്ദര്യമൊക്കെ ഉണ്ട് ഉമ്മക്ക്. ഉമ്മ ഇവിടെ കല്യാണം കഴിച്ചതെന്നാണ് അപ്പൊ ജനിച്ചു വന്നത്? കല്യാണം കഴിഞ്ഞാണ്. ആണോ? അപ്പൊ എത്ര വർഷമായി? 40 കൊല്ലായി. ആണോ? അപ്പൊ ഇവരുടെ കഥകളൊക്കെ ഒരു അറിയില്ലല്ലോ അല്ലേ? ഈ ബണ്ട് കെട്ടിയിരിക്കുന്ന എന്തിനാ? കൃഷിയിലേക്ക് ഉപ്പുവെള്ളം കടക്കണേ. ആ അപ്പൊ എവിടെ ഉപ്പുവെള്ളം? ഏത് സൈഡാണ്? ഉപ്പുവെള്ളം പടിഞ്ഞാറൻ സൈഡ്. അവിടെ കടലിൽ നിന്ന് വരണാണ് ഉപ്പുവെള്ളം. ഓക്കെ. ആ ഉപ്പുവെള്ളം കിഴക്കേ ഭാഗത്തേക്ക് കടന്നാൽ കൃഷി നശിച്ചു പോകും. ഓക്കെ. അതിനാണ് ഈ ഇടക്കൊരു ബണ്ട് കെട്ടിയത്. ഇത് കെട്ടിയിട്ട് എത്ര നാളായി? ഇതിപ്പോ കെട്ടണുള്ളൂ, കെട്ടി കഴിഞ്ഞിട്ടില്ല. അത് ശരി. അപ്പൊ ഈ മുമ്പത്തെ കൃഷിയൊക്കെ എങ്ങനെയായിരുന്നു? അത് അപ്പൊ തുറന്നിടും, ബണ്ടൊക്കെ പൊളിച്ചു കളയും. ഉപ്പുവെള്ളം ഇല്ലാത്ത സമയത്ത് ബണ്ട് പൊളിച്ചു കളയും. ഉപ്പുവെള്ളം ഉള്ളപ്പോ ബണ്ട് കെട്ടും, കൃഷി പണിയുമ്പോ ബണ്ട് കെട്ടും. ഓ അത് ശരി. അപ്പൊ ഇതിന് എത്ര ആളുകൾ പൊളിച്ചു കളയും? ഇതിപ്പോ ഒരു 4 മാസം കൂടി കഴിഞ്ഞാൽ പൊളിക്കും. ആണല്ലേ? ഇവിടെ പണ്ട് ഈ പാലം മറ്റേ ബസ് സൗകര്യമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നടന്നു പോയിരുന്ന സ്ഥലമാണ്. അതിന്റെ അപ്പുറത്ത് കൂടെ ആ ഉപ്പുവെള്ളത്തിൽ കൂടെ അവിടെ ഒരു വഴിയുണ്ട്, ഇപ്പോഴും ഉണ്ട് ആ വഴി. അത് ഇറക്കം കൊണ്ടുമ്പോൾ താഴ്ന്നു, വെള്ളം ഒന്നും കൂടി കീഴ്പെട്ടൊക്കെ താഴുമ്പോ താഴ്ന്നു. അത് ശരിയാ. അപ്പൊ കൂടി അത് കൊള്ളാല്ല.
നിങ്ങള് ഇവിടെ എത്ര വർഷമായി ഈ വണ്ടി ഇങ്ങനെ? ആണോ? ഇത് മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ? അതിനരി എങ്ങനെ ഒരു ദിവസം എത്ര പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും? ആണ് രാവിലെ എപ്പോ തുടങ്ങും? എന്റെ അമ്മ എത്ര മണിക്കൂറാണ്? വണ്ടിയിൽ ഏനാമാവ് കടകളിലെത്തി. വണ്ടിക്കകത്ത് കുറെ കടകളൊക്കെ കിട്ടി. ഇവിടുത്തെ അദ്ദേഹം ഒരു രാവിലെ 5:45 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 9 വരെ വണ്ടി കഴിയുന്ന ആളാണ്. കഴിഞ്ഞ 35 വർഷമായിട്ട് വണ്ടി കഴിയുന്ന ആളാണ്. അവിടെ ഒന്നും സംഭവിച്ചിട്ടാണ് ഒരു പ്രാവശ്യം മാത്രം ഒരു ടെമ്പോ ബ്രേക്ക് കിട്ടാണ്ട് ഒരു നേരെ വെള്ളത്തിൽ നിന്നത്. ആർക്കും ഒന്നും പറ്റിയില്ല. അല്ലാതെ അപകടവും സംഭവിച്ചില്ല. പക്ഷെ ഭയങ്കര ആഴമുള്ള സ്ഥലമാണ്. ഈ കായല് പണ്ട് ഒരുപാട് ജലഗതാഗതം നടന്നിരുന്ന ഒരു കായലായിരുന്നു. പണ്ട് ഇവിടെ ബസ് സർവീസും പാലവും റോഡും ഒക്കെ ഇല്ലാതിരുന്ന സമയത്ത് കൊടുങ്ങല്ലൂർ വാടാനപ്പള്ളി അങ്ങനെയുള്ള ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് വാണിജ്യ ആവശ്യങ്ങൾക്കും അല്ലാത്ത ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ ആൾക്കാർ യാത്ര ചെയ്തിരുന്ന ഈ കായലിൽ കൂടെയായിരുന്നു. ഇന്നത്തെ മോർണിംഗ് ഭയങ്കര നല്ലതായിരുന്നു. പ്രത്യേകിച്ച് വഞ്ചി യാത്ര, പാത്തുമ്മയുടെ ആട്, ദ്വീപ്, അങ്ങനെ കായൽ യാത്ര, അങ്ങനെ പിന്നെ ഞാനും. ഞാൻ ഉൾപ്പെടെയുള്ള കേരളീയർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൃഗമാണ് ആന. നിങ്ങളിത് എന്ത് മരമാണ് യൂസ് ചെയ്യുന്നത്? അതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇതൊരു ഹ്യൂജ്